നീ തീർന്നടാ തീർന്നു പറയുന്നൊരു ഞാൻ പറഞ്ഞിട്ടോ അത് തോന്നലുണ്ട്. നീ തീർന്നടാ നീ തീർന്നു. ടോബിയും ബേസും എല്ലാം കൂടെ വന്നിട്ട് പൂജയുടെ ഒരു സംഭവം ടോബി എന്താ ചെയ്യാൻ അവരാ സിനിമയുടെ പ്രൊഡ്യൂസറായിട്ട് പൂജാരിക്ക് പോലും ഒരു വിലയില്ല. ഞാനിപ്പോ എമ്പുരാനിൽ അഭിനയിച്ചത് അതിനകത്ത് പൃഥ്വിരാജിന്റെ മനസ്സിൽ ആ സിനിമയുണ്ട് എന്താണ് എടുക്കാൻ പോകുന്നത്. അതല്ലാതെ വേറെ ആരും കൊണ്ട് ഒന്നും വേറെ ചെയ്യാൻ പുള്ളി സമ്മതിക്കത്തില്ല. കയ്യിൽ നിന്നുള്ള പരിപാടിയൊന്നുമില്ല, അതൊന്നും നടക്കില്ല അവിടെ. അത് രാജു പറയും ചേട്ടാ ഇങ്ങനെ മതി, ഇതാണ് എനിക്ക് വേണ്ടത്. അതിന്റെ അത് കറക്റ്റായിരിക്കും. ഒരു മര്യാദ വേണം. ഭയങ്കര സ്ട്രെസ് വന്നിട്ട് നേരിട്ട് ബോസിനോട് പറയാനും പറ്റിയ അവസാനം ബാത്റൂമിൽ കയറി നിന്നിട്ട് വേച്ച അലക്കണേ മറ്റേ ഇതിന്റെ ബക്കറ്റൊക്കെ ചവിട്ടി പൊട്ടിച്ച് കലി മുഴുവൻ തീർക്കുന്നതാണ്. അപ്പൊ അതിനെ ബേസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ ഞാൻ പറഞ്ഞു ഇതിനകത്ത് ഞാൻ ഡയലോഗ് ഒന്നും എഴുതിയിട്ടില്ല, വായി തോന്നുന്നതൊക്കെ പറഞ്ഞോളാൻ പറഞ്ഞു. അങ്ങ് കേറിയിട്ട് അകത്തുനിന്ന് ഞങ്ങൾ എന്തൊക്കെയാ കേട്ടെന്നറിയോ. ബൈച്ചേട്ടനോട് ചോദിച്ചു ധ്യാനിനെ കുറിച്ച്. ഞാൻ അവനെ കുറിച്ച് ഒരു അക്ഷരം പറഞ്ഞു സോഷ്യൽ മീഡിയയിലൂടെ തിരിച്ചടിക്കും. ഞാൻ നല്ല പയ്യനാ, നല്ല പയ്യൻ. ഹലോ ഹായ് വെൽക്കം ടു ജിഞ്ചർ മീഡിയ. ചോദിച്ചു പോവാം. അപ്പൊ ഇന്ന് നമ്മൾ ചോദിച്ചു പോകുന്ന ഒരു നുണക്കുഴി. ജിത്തു ജോസഫ് സർ ഡയറക്ടർ ആൻഡ് ബൈജേട്ടാ കെ ദ റൈറ്റർ ആൻഡ് ബേസിൽ. ഹലോ വെൽക്കം. നമസ്കാരം. എന്താണ് വിശേഷങ്ങൾ? നുണയാണോ നുണക്കുഴിയാണോ എന്താണ് പരിപാടികൾ? നുണ പറയാൻ റെഡി ഇങ്ങനെ ഇരിക്കുകയാണ്. അതെ, രാവിലെ തൊട്ട് നുണ പറയാൻ വേണ്ടി ഓണാണെന്നല്ലേ. അപ്പൊ ചിത്തുടാ പറയൂ, എന്താണ് നുണക്കുഴി? നുണക്കുഴി എന്ന് പറയുന്നത് ഒരു 2.5 മണിക്കൂറുള്ള ഒരു ഫൺ എന്റർടൈനർ സിനിമ. ഈ പറഞ്ഞ പോലെ വലിയ വീട്ടിൽ നമ്മൾ സ്ട്രെസ്സും ഒക്കെ ആയിട്ട് ജോലിയുടെ ടെൻഷൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരം പോയി നമുക്കൊന്ന് കുറച്ച് നേരം ഒന്ന് ചില്ല് ചെയ്യാം, അല്ലെങ്കിൽ ഒന്ന് എൻജോയ് ചെയ്യാം എന്ന് പറയുന്ന ഒരു മൈൻഡ് സെറ്റിൽ വരിക. ലോജിക്കൊന്നുമില്ല, അങ്ങനെയൊന്നും ചിന്തിക്കരുത്, വലിയ ട്വിസ്റ്റ് അങ്ങനത്തെ ഒന്നുമില്ല. എൻജോയ് ചെയ്തു, കുറേ നേരം ചിരിച്ചു, തിരിച്ചു പോരുക. ഫുൾ ഒരു എന്റർടൈനർ, ഒരു കംപ്ലീറ്റ് ഒരു എന്റർടൈനർ മൂവി തീർച്ചയായിട്ടും പറയാം. ഇതിൽ എനിക്ക് ആദ്യം സ്ട്രൈക്ക് ചെയ്തത് ഇതിന്റെ ഓരോ ഘട്ടത്തിൽ ഇതിലെ ആക്ടേഴ്സിനെ നോക്കുമ്പോൾ ഇതിൽ ഒരുപാട് കാസ്റ്റുകളുണ്ട്. ഒരുപാട് നല്ല ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുന്ന കുറേ ആക്ടേഴ്സ് ഒരുമിച്ചൊരു മൂവി. ഇപ്പം നീ എടുത്ത് നോക്കുവാണെങ്കിലും ഈ മൂവിയിൽ ഒരുപാട് കാസ്റ്റ് ഉണ്ട്. അതൊരു പെർട്ടിക്കുലർ ആയിട്ട് എനിക്ക് സ്ട്രൈക്ക് ചെയ്ത ഒരു എലമെന്റും കൂടെയാണ്. അപ്പൊ ഇതിന്റെ കാസ്റ്റിംഗിലും വളരെ അങ്ങനെ തന്നെയാണോ? തീർച്ചയായിട്ടും. കാരണം ഇത് വലിയൊരു കഥയല്ല, പക്ഷെ ഇത് കുറേ പേരുടെ കഥയാണ്. അതിങ്ങനെ കുറേ പേര് ഒരുപക്ഷെ ഒരു സംഭവം ഉണ്ടായില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇവരാരും തമ്മിൽ കണ്ടുമുട്ടില്ലായിരുന്നു. ഒരു പ്രത്യേക സാഹചര്യങ്ങളിൽ അപരിചിതരായ കുറേ ആൾക്കാർ കണ്ടുമുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ചെയ്ത് അതിനകത്തുനിന്നുണ്ടാകുന്ന രസങ്ങളുമാണ് ഈ സിനിമയുടെ ഒരു ഇതിവൃത്തം. ഒരു രാവിലെ തുടങ്ങി പിറ്റേ ദിവസം നേരം വിളിക്കുമ്പോഴത്തേക്കും സിനിമ തീരുന്നു, കഥ തീരുന്നു. അപ്പം ബേസിക്കലി പല സൈഡിൽ നിന്ന് പല ആൾക്കാർ വരുന്നു. അതുകൊണ്ടാണ് ഇത്രയും ഒരു കാസ്റ്റിംഗ് വരുന്നത്. പക്ഷെ ഈ പറഞ്ഞ പോലെ പലർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയ പോലുമില്ല, സ്ട്രേഞ്ചേഴ്സ് ആണ്. അങ്ങനെയാണ്. വൈച്ചേട്ടാ എന്തുണ്ട് വിശേഷം? ചായക്ക് കുടിച്ച് ഹാപ്പിയായി? കാപ്പി. അപ്പോ എന്താണ് ഇതിൽ ഈ ഒരു മൂവിയിലെ ഒരു പോലീസ് ഓഫീസറാണ്. ഞാൻ ജിത്തുവിന്റെ ഫസ്റ്റ് ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട്. ഫസ്റ്റ് മൂവി എന്ന് പറയുന്നത് ഡിറ്റക്റ്റീവ്. ജോയിൻ ചെയ്യുന്ന ദിവസം ഓർക്കുന്നുണ്ടോ? January 1. അങ്ങനെ ഒരു ദിവസം വന്ന് ജോയിൻ ചെയ്തു. കാരണം എന്നോട് പറഞ്ഞു ഈ വർഷത്തെ എൻ്റെ ആദ്യത്തെ. പിന്നീട് ജിത്തുവിന്റെ സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടില്ല. കുറേ നാള് പ്രത്യേക കഥാപാത്രങ്ങളൊന്നും വരാത്തുണ്ടായിരിക്കും. നമ്മൾ മലപ്പുറം വിളിക്കാതിരിക്കേണ്ട കാര്യം. പക്ഷെ ഇതിനകത്ത് എന്റെ കാരണം നമ്മൾ സ്നേഹത്തോടെ പിരിഞ്ഞു തന്നു അല്ലേ? അല്ല, എനിക്ക് ഞാനൊരു ഒന്നാന്ന് പറഞ്ഞപ്പോ എനിക്കൊരു സംശയം. ഇനി അല്ല, പിന്നെ വിളിക്കാതിരിക്കുന്ന വേറെ പ്രശ്നമൊന്നും അല്ലാതെ സ്നേഹത്തോടെയാണല്ലോ. അപ്പോ എന്തായാലും ഒരു കാര്യമുണ്ട്, കുറെ ആദ്യത്തെ സിനിമ കഴിഞ്ഞിട്ട് പിന്നെ കുറെ സിനിമയിൽ അഭിനയിച്ചില്ലെങ്കിൽ ഈ സിനിമയിൽ ഒരു ഫുൾ ലെങ്ത് ക്യാരക്ടറാണ്. തുടക്കം മുതൽ അവസാനം വരെ ഉണ്ടെന്ന് പറഞ്ഞല്ലേ, ലാസ്റ്റ് ഉണ്ട്.
ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. ചുമ്മാ വെറുതെ ഇന്റർവ്യൂവിൽ വന്നിരുന്ന് പറയുന്നതല്ല. അത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാൻ ഉള്ള കുറെ കാര്യങ്ങൾ, കുറെ എലമെന്റ്സ് ഈ പടത്തിലുണ്ട്. പിന്നെ വേറെ കാര്യം എന്ന് പറയാം, ഈ നേര് എന്ന് പറയുന്ന സിനിമയുടെ ട്രailer എന്നെ ഈ ഇതിന്റെ ഷൂട്ടിംഗ് തുടങ്ങി ജിത്തു കൊണ്ടുവന്ന് കാണിച്ചു. എന്നോട് എങ്ങനെയുണ്ട്? ഞാൻ ട്രailerൊക്കെ ഓക്കെ, കുഴപ്പമൊന്നുമില്ല. ജിത്തു ഒരു കാര്യം മനസ്സിലാക്കണം, ജിത്തു വെറുതെ ഒരു സിനിമ എടുക്കൂലെന്ന് ഇവിടുത്തെ ജനങ്ങൾക്കും പ്രേക്ഷകർക്കും നന്നായിട്ട് അറിയാം. അതൊരു സത്യമല്ലേ? വെറുതെ ഒരു സിനിമ എന്തായാലും ജിത്തു ജോസഫ് എടുക്കില്ല. അല്ലാതെ എന്തെങ്കിലും കാമ്പുള്ള ഒരു കഥയോ അല്ലെങ്കിൽ ഒരു ട്വിസ്റ്റോ കാര്യങ്ങളോ ഒക്കെ ഉള്ള ഒരു കഥയെ പുള്ളി സെലക്ട് ചെയ്യുള്ളൂ. ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന വെറുതെ ഒരു സിനിമ ചെയ്യാൻ വേണ്ടി ചെയ്യില്ല. ഒരു സിനിമ ചെയ്യുകയാണെങ്കിൽ വെറുതെ ഇരുത്തിക്കൊണ്ട് പറയുന്നതല്ല. ഒരു സിനിമ ചെയ്യുകയാണെങ്കിൽ, ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാകും എന്ന് പ്രേക്ഷകർക്കും അറിയാം. ഞാൻ പറഞ്ഞത് ശരിയാണ്. നമ്മളും അതിന് വേണ്ടി ആ വെയിറ്റിംഗ് ഉണ്ട് നമുക്ക്. അപ്പോ ബാക്കിയൊക്കെ നമുക്ക് 15-ാം തീയതിയോടുകൂടി അറിയാം. അതെ, റിലീസിൽ അറിയാവുന്ന ഒന്നും പറയാൻ മേലാത്ത ഇഷ്ടപ്പെട്ടു. സിനിമയുടെ കാര്യമൊന്നും പറയാൻ പറ്റില്ല. അത് റിലീസ് ചെയ്തതിന്റെ അന്ന് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അത് എങ്ങനെയാണ് സ്വീകരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എന്തായാലും എനിക്കൊരു വിശ്വാസമുണ്ട്, ഒരു അടി അടിക്കാൻ സാധ്യതയുണ്ട്. കാര്യം ബേസിലിന്റെ ടൈമാണ് ഇപ്പൊ. ബേസിലിന്റെ കാലമല്ലേ? ടൈമല്ല, ബേസിലിന്റെ ആണ് ടൈം. ബെസ്റ്റ് ടൈമാണ്. ബേസിൽ പറയും ബെസ്റ്റ് ടൈം. ഇല്ല, ഈ എനിക്കും ഇതുപോലെ ഇപ്പൊ ജിത്തു ചേട്ടന്റെ കൂടെ ആദ്യമായിട്ട് അപ്പൊ ഞാൻ ഇതുപോലെ മുമ്പത്തെ ജിത്തു ചേട്ടൻ ചെയ്തിട്ടുള്ള സിനിമകളൊക്കെ ഈ പറയുന്ന ത്രില്ലർ സ്വഭാവത്തിലുള്ള സിനിമകളാണല്ലോ കൂടുതൽ ചെയ്തിട്ടുള്ളത്. അപ്പൊ എൻ്റെ അടുത്തും അത് അങ്ങനത്തെ ഒരു സിനിമയാണെന്നുള്ളതാണ് കഥ പറയുമ്പോൾ ഉള്ള എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ അതായിരുന്നു. പക്ഷെ ഹ്യൂമർ ആണെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ ഹ്യൂമർ. അപ്പൊ മുമ്പ് ചെയ്തിട്ടുള്ളത് മൈ ബോസ് ഒക്കെയാണ്. അപ്പൊ അങ്ങനെ നല്ല സിനിമ, ഹ്യൂമർ സിനിമ കറക്റ്റായിട്ട് ചെയ്യാൻ അറിയുന്ന ഒരാളും കൂടെ ആണെന്നുള്ള ഒരു ഇതുള്ളത്. എങ്ങനെയാണ് ഈ ഒരു പ്രോസസ് എന്നൊക്കെ അറിയാൻ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ഹ്യൂമർ സിനിമ ചെയ്യാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എല്ലാരെയും ഭയങ്കര കംഫർട്ടബിൾ ആക്കണം. ആക്ടേഴ്സ് ഒക്കെ ഇങ്ങനെ നിന്ന് പെർഫോം ചെയ്യണമല്ലോ. സിറ്റുവേഷൻസ് നമുക്ക് ഫേവറബിൾ ആയിട്ട് സ്ക്രിപ്റ്റിൽ ഇങ്ങനെ കൊണ്ട് വെക്കുന്നുണ്ട്. അവിടെ നിന്ന് നമുക്ക് അപ്പോൾ ഒരു സ്പേസ് അങ്ങ് തരുവാണ്. ഇനി ആ സിറ്റുവേഷൻ എല്ലാം നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഞങ്ങൾ ഒരുക്കി വെച്ചിരിക്കുകയാണ്, ഇനി നിങ്ങൾ അങ്ങോട്ട് ആറാടിക്കോ എന്ന് പറയുന്ന പോലത്തെ സിറ്റുവേഷൻസ് നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ശരി. അപ്പൊ അവിടെ ആക്ടേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇമ്പ്രൂവൈസ് ചെയ്തും ഇവിടുന്ന് അങ്ങോട്ട് കൊടുത്തും തിരിച്ച് ഇങ്ങോട്ട് കൊടുത്തും അതിനെന്തെങ്കിലും നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ ചെറിയ ചെറിയ ഇമ്പ്രൂവൈസേഷൻസും കറക്ഷൻസും അങ്ങനെ എങ്ങനെയൊക്കെ ആയിട്ട്. അപ്പൊ അതൊരു ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതാണ് ഈ സിനിമയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. സിനിമ അങ്ങനെയാണ്. അപ്പൊ അതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ കൂടെ നിൽക്കുന്നവരെല്ലാം ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. എക്സ്ട്രീംലി ഈ പറയുന്ന ഇതിന്റെയൊക്കെ അറ്റം കണ്ടിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അതിനെല്ലാം നന്നായിട്ട് ഫെസിലിറ്റേറ്റ് ചെയ്തു എന്നുള്ളതാണ് ജിത്തു ചേട്ടൻ എന്ന് പറയുന്ന ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ അദ്ദേഹം അതിന് വേണ്ടിയിട്ട് വേണ്ടത് എടുക്കുക, വേണ്ടാത്തത് കളയുക, അതിനെല്ലാത്തിനുള്ളൊരു സ്പേസ് നമുക്ക് തന്നു. അതെല്ലാം കൃത്യമായിട്ട് തന്നു. അപ്പോൾ ഈ പറയുന്ന പോലെ ബൈജു ചേട്ടനുണ്ട്, ഗ്രേസ് ഈ ഏരിയയിലെ ക്വീനാണ് ഇങ്ങനത്തെ ഹ്യൂമർ സിനിമകളിൽ. അപാരമായിട്ടുള്ള റിയാക്ഷൻസും സട്ടിലായിട്ടുള്ള ആദ്യത്തെ സിനിമ മുതലേ ഞാൻ ഇങ്ങനെ പുള്ളിക്കാരി അടിപൊളിയാണല്ലോ നമുക്ക് കുമ്പളങ്ങി നൈറ്റ്സ് കാണുമ്പോഴും അല്ലെങ്കിൽ അതിന് മുമ്പുള്ള ഹാപ്പി ജേണി കാണുമ്പോഴും കനകം കാമിനി കല, അങ്ങനെ ഒരുപാട് സിനിമകൾ. അപ്പൊ എല്ലാത്തിലും അതിലും ഒരു വേറൊരു ടിപ്പിക്കൽ ക്യാരക്ടർ. അതെ. അപ്പൊ ഗ്രേസിന് ഇത് എന്തായാലും പുൾ ഓഫ് ചെയ്യാൻ നമുക്ക് ഭയങ്കര പറ്റും എന്നുള്ളൊരു ഇതുണ്ട്. അപ്പൊ ചെറിയ സാധനങ്ങളൊക്കെ ഇടുന്നതിനൊക്കെ ഭയങ്കര രസമാണ്. പിന്നെ ബൈച്ചേട്ടൻ പറയണ്ടല്ലോ, അവിടെ നിന്ന് അങ്ങനെ ഗ്രേസിനെ കുറിച്ച് ഞാൻ ആദ്യമായിട്ടാണ് ഗ്രേസിനോട്ട് അഭിനയിക്കുന്നത്. ഞാൻ സത്യം പറഞ്ഞ ഗ്രേസിന്റെ പെർഫോമൻസ് കൊണ്ട് ഞെട്ടിപ്പോയി കേട്ടോ. അല്ല എന്താ വെച്ചാല് മുഖത്ത് മിന്നി മറയുന്ന ഭാവങ്ങൾ എന്ന് പറയുന്നത് ഒരു ഉർവശിയും കൽപ്പനയും എല്ലാം കൂടെ ചേർന്ന് ഒരു ചോദ്യം ചോദിക്കുമ്പോ തടഞ്ഞു പറയുന്ന ഒരു സാധനമുണ്ട്. കലക്കൻ ആർട്ടിസ്റ്റാണ്. പിന്നെ സിദ്ദിഖിക്ക, മനോജ് ചേട്ടൻ, പിന്നെ ആസീസിക്ക, ബിനു ചേട്ടൻ, പിന്നെ സൈജു ചേട്ടൻ, അജു ചേട്ടൻ, പിന്നെ ലെന ചേച്ചി, സ്വാസിക, പിന്നെ നിഖില. അപ്പൊ ഒരുപാട് പേരുണ്ട്. എല്ലാരും ഒരുമിച്ചൊരു സീനൊന്നുമില്ല. പക്ഷെ എല്ലാ സീനിലും ഏതെങ്കിലുമൊക്കെ കോമ്പിനേഷൻസ് ഉണ്ടാവും. അപ്പൊ അതൊക്കെ നമുക്ക്
പെട്ടെന്ന് ഇപ്പൊ സിദ്ദിഖിക്ക ആണെങ്കിലും ഇപ്പൊ സിദ്ദിഖിക്ക സ്ഥിരമായിട്ട് പല ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ചെയ്യുന്ന ആളാണ്. സിദ്ദിഖിക്ക പക്ഷെ ഇതിൽ വന്നിട്ട് ഇങ്ങനെ ഇതിൽ അയ്യോ എന്നൊക്കെ പറയണ ഇതൊക്കെ ഇടുന്ന കാണുമ്പോ എനിക്കുള്ള ബെഞ്ചിലെ നേരിൽ ഞാൻ വേറൊരു ക്യാരക്ടറിനെ കണ്ടിട്ടാണ് ഇങ്ങോട്ട് അതാ. അപ്പൊ ബോഡി ലാംഗ്വേജ് ഒക്കെ വെച്ചിട്ടുള്ള ഹ്യൂമറൊക്കെ അപ്പൊ അതൊക്കെ ഭയങ്കര രസമായിട്ട് പുൾ ഓഫ് ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് അവിടെ തന്നെ നിന്നിട്ട് നമുക്ക് പണ്ട് കണ്ട സിനിമകളുടെയൊക്കെ ഓർമ്മകളൊക്കെയാണ്. ആ ഒരു ഇപ്പോഴും അതേ എനർജിയോടെ ഒക്കെ തന്നെ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതും ഭയങ്കര വലിയ കാര്യമല്ലേ. നമുക്ക് അതേ ഫ്ലെക്സിബിലിറ്റിയും അതേ എനർജിയും ചിലപ്പോൾ അത് മോശമായി പോയേക്കാം ചിലപ്പോൾ നമ്മുടെ കാലം സമയം മാറുന്നതനുസരിച്ചിട്ട്. പക്ഷെ അതൊക്കെ വളരെ രസകരമായിട്ടൊക്കെയാണ് ഇവരിത് പുൾ ഓഫ് ചെയ്യുന്നത്. അപ്പൊ അവര് ആ ഒരു എനർജി ഭയങ്കര ആക്റ്റീവാണ്. അപ്പൊ അതൊക്കെ എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആയിരുന്നു ത്രൂ ഔട്ട് ഈ സിനിമയുടെ ഷൂട്ടിന്റെ ഇടയിൽ മൊത്തം. വൈചേട്ടൻ എപ്പോഴും അങ്ങനെ തന്നെയാണ്. ആ എനർജി എപ്പോഴും നമുക്ക് മെയിൻറ്റെയിൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വൈചേട്ടന്റെ കോമഡി. മിന്നൽ മുറിയിലൊക്കെ ഇതിന്റെ ഒരു ടീം വർക്ക് ഭയങ്കരമായിരുന്നു കേട്ടോ. ഫുൾ നൈറ്റാണ് ഷൂട്ടിങ്. സാധാരണ ഇതിലൊരു 2 മണിയൊക്കെ കഴിയുമ്പോൾ എല്ലാവരും കുഴഞ്ഞു. പക്ഷെ ഒരാള് പോലും അല്ലേ ഒരാള് പോലും സെറ്റ് ചെയ്ത് ഉറങ്ങി ഒന്നുമില്ല. കാര്യം അത്രയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കലും ഇംപ്രവൈസേഷനും ഭയങ്കര വൈബായിരുന്നു. ഇവര് മറ്റു ബൈച്ചേട്ടനും മനോജേട്ടനും സിദ്ദിഖൊക്കെ കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അത് തന്നെ നീ മിണ്ടരുത്, നീ എന്ന് ഇങ്ങനെ തന്നെ നീ. അപ്പൊ അത് തോപ്പുംപോടി പാലത്തിൽ നമ്മൾ കസേരയൊക്കെ ഇട്ട് ഇവര് ഈ പടത്തില് കാസ്റ്റിംഗ് ഭയങ്കര കറക്റ്റ് ആയിരുന്നു അല്ലേ? അല്ല, ഞാൻ സ്ക്രിപ്റ്റ് ആദ്യം കൊണ്ട് തന്നു, കഥ പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രിപ്റ്റ് വായിച്ചല്ലോ. സ്ക്രിപ്റ്റ് വായിച്ചു തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് ഒരു എസ്ഐയുടെ ക്യാരക്ടർ വന്നു കഴിഞ്ഞപ്പം ഞാനിങ്ങനെ വായിച്ചു പോകുമ്പോൾ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പം എനിക്കൊരു മുഖം ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ പോയി വായിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അങ്ങ് ഫുള്ളായി. അത് എനിക്ക് തോന്നുന്നത് ഈ എൻ്റെ മനസ്സിലേക്ക് ഏറ്റവും ആദ്യം വന്ന ആക്ടർ ഇതിനകത്ത് കാസ്റ്റിങ്ങിന് വന്ന് ബൈജാനാണ്. ഒരു സംശയം. കാരണം ഞാൻ വായിച്ചു വന്നപ്പം എൻ്റെ മനസ്സിലേക്ക് ആ ഡയലോഗുകൾ വരുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഒരു മുഖം തെളിഞ്ഞു വന്നു. അതിനപ്പുറത്തേക്ക് എനിക്ക് നമ്മൾ ആലോചിച്ചിട്ടേ ഇല്ല. കുറച്ച് കാശ് കൂടുതൽ ചോദിക്കണ്ടേ? ഞാൻ ജിത്തു ജോസഫിന്റെ സിനിമ എന്ന് പറയുമ്പോ പൈസ 5 രൂപ കുറച്ചു. ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷെ 5 രൂപ കൂട്ടിയായിരുന്നു ചിലപ്പോ ഞാൻ ഒരു സൈഡിൽ നിന്ന് ചേർന്ന് നോക്കിയാൽ എങ്ങനെയെങ്കിലും ഒക്കെ ആവുന്നല്ലേ. ഓക്കെ, ഇപ്പൊ ജിത്തോടെ ബേസിലിനോടെ ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ ബേസിലും ഡയറക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നിട്ട് ബേസിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പൊ പൃഥ്വിയുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ കുറച്ച് ടിപ്സ് ഒക്കെ ചോദിച്ചിട്ടുണ്ട് പല കാര്യങ്ങളും എന്നൊക്കെ. അപ്പം ബേസിലിനോട് വർക്ക് ചെയ്യുമ്പോൾ ആസ് എ ഡയറക്ടർ നോക്കുമ്പോഴും എങ്ങനെയായിരുന്നു ആ ഒരു, അല്ലെങ്കിൽ ഇപ്പം പല കാര്യത്തിലും ഇപ്പൊ ഷോർട്ടിലും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാം, അങ്ങനെയുള്ളൊരു ഡയറക്ഷണൽ ബേസിക് എൻ്റെ എക്സ്പീരിയൻസിൽ ബേസിൽ എനിക്കൊരു ഡയറക്ടേഴ്സ് ആക്ടർ പോലെ ഇപ്പൊ ലാൽ സാറിന്റെ അടുത്ത് അഭിപ്രായങ്ങളുണ്ട്. ചിലപ്പോൾ പറയും ഇങ്ങനെ ചെയ്താലോ ഇങ്ങനെ ചെയ്താലോ. അതുപോലെ ബേസിൻ്റെതായ അഭിപ്രായങ്ങൾ ഉണ്ടാക്കിയ ഇതിൽ അപ്പൊ നമുക്ക് നല്ലതാണ്. ആര് നല്ലത് പറഞ്ഞാലും ഞാനത് എടുക്കും. നല്ലതാണെന്ന് എനിക്ക് നമുക്ക് കൺവിൻസിങ് അല്ലെങ്കിൽ ആസ് എ ഡയറക്ടർ എടുക്കാൻ പറ്റത്തില്ല. പക്ഷെ അനാവശ്യമായ ഒരു ഡയറക്ടോറിയൽ അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല. ഈസ് എ ഡയറക്ടേഴ്സ് ആക്ടർ, ഭയങ്കര കംഫർട്ടബിൾ ആവും വർക്ക് ചെയ്യാനായിട്ട്. പിന്നെ ചില ആക്ടേഴ്സ് അവരുടെ ക്യാരക്ടറിനെ കുറിച്ച് മാത്രമേ ചിന്തിക്കുകയുള്ളൂ. മനസ്സിലായോ? വളരെ ചുരുക്കം ആർട്ടിസ്റ്റാണെന്നുകൊണ്ട് ഇങ്ങനെ ടോട്ടാലിറ്റി ഓഫ് ദ ഫിലിം നോക്കുന്നത്. എനിക്ക് തോന്നുന്നു ദിലീപ് ജി അങ്ങനെയായിരുന്നു. മറ്റേ ക്യാരക്ടർ അങ്ങനെയൊക്കെ അങ്ങനെ കുറെ പേരുണ്ട്. അതിൽ ഒരാളാണ് ബേസിലിന്റെ ക്യാരക്ടർ മാത്രമല്ല മറ്റുള്ളവർ ടോട്ടാലിറ്റി വരുമ്പോൾ അതെങ്ങനെ വരും എന്ന് പറയുന്നത്. കാരണം ഒരു ഡയറക്ടർ ഉണ്ടല്ലോ, അപ്പൊ അതിനെ കൺസീവ് ചെയ്യാൻ പറ്റും. പക്ഷെ ആസ് എ ഡയറക്ടർ എൻ്റെ ഇതിനകത്ത് അങ്ങനെ ഇന്റർഫിയർ ചെയ്യോ അങ്ങനെയൊന്നുമില്ല. ഡയറക്ടേഴ്സ് ആക്ടർ, ദാറ്റ്സ് ഇറ്റ്. വെരി കംഫർട്ടബിൾ ടു വർക്ക്. ഞാൻ നേരത്തെ പറഞ്ഞ പേര് പൃഥ്വിയുടെ കാര്യം. പൃഥ്വിയാണെങ്കിലും ഇപ്പം പറയുമല്ലോ ചിലപ്പോൾ ചില സീനുകൾ, ഇപ്പോൾ ബൈച്ചേട്ടനെ അറിയാം, ലൂസിഫറിലെ അതിനകത്ത് ഒരു ഡയലോഗ് അത് 1 ഹിറ്റാണ്. അതിൻ്റെ ക്ലൈമാക്സിൽ നോക്കുമ്പോൾ അല്ലെങ്കിൽ അത് കുറേയധികം വൈറലായിട്ട് പോയിട്ടുമുണ്ട്. അപ്പോൾ മര്യാദയൊക്കെ വേണ്ടടാ എന്ന് പറയുന്നൊരു സംഭവം. അപ്പോൾ പൃഥ്വി ആസ് എ ഡയറക്ടർ നോക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ പൃഥ്വി പറഞ്ഞ കറക്റ്റ് കാര്യങ്ങൾ മാത്രം മതിയാവും എന്ന് ചിലപ്പോൾ ഉണ്ടാവാം. അപ്പൊ എസ്പെഷ്യലി ആ ഒരു ഡയലോഗും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പൃഥ്വിയുടെ? ഞാനിപ്പോ എമ്പുരാനിൽ അഭിനയിച്ചല്ലോ, അതിനകത്ത് പൃഥ്വിരാജിന്റെ മനസ്സിൽ ആ സിനിമയുണ്ട് എന്താണ് എടുക്കാൻ പോകുന്നത്. അതല്ലാതെ വേറെ ആരെ കൊണ്ട് ഒന്നും വേറെ ചെയ്യാൻ പുള്ളി സമ്മതിക്കത്തില്ല. ഈ കയ്യിൽ നിന്നുള്ള പരിപാടി ഒന്നും ഇല്ല, അതൊന്നും നടക്കില്ല അവിടെ. അത് രാജു പറയും ചേട്ടാ ഇങ്ങനെ മതി, ഇതാണ് എനിക്ക് വേണ്ടത്. അതിന്റെ അത് കറക്റ്റ് ആയിരിക്കും. അയാൾക്കൊരു റീഡിങ് ഉണ്ട് അയാളുടെ സിനിമയെ പറ്റി. പിന്നെ കുറച്ച് സെറ്റിൽ സീരിയസ് ആണ് പുള്ളി. സീരിയസ് ആവണല്ലോ. നമ്മളെ ആൾക്കാർ സീരിയസ് ആയിട്ട് ഇങ്ങനെ ഇരിക്കും. നല്ല രസമാണ് വർക്ക് ചെയ്യാൻ.
അത് ഇദ്ദേഹത്തിനോടാണെങ്കിലും അങ്ങനെ തന്നെയാണ്. പിന്നെ പുള്ളി പിന്നെ ഇടയ്ക്കൊക്കെ തമാശയൊക്കെ പറഞ്ഞൊക്കെ ഇരിക്കും. ആണല്ലേ? രാജു പിന്നെ ഭയങ്കര ശ്രദ്ധിച്ചാണ് ഇരിക്കുന്നത്. Concentrate കോൺസെൻട്രേറ്റ് ചെയ്ത് മോണക്രോമിലാണെങ്കിലും കാര്യങ്ങൾ അവതരിപ്പിച്ച് അല്ലെങ്കിൽ ആ സീനെ കുറച്ച് നറേറ്റ് ചെയ്യുന്നതാണെങ്കിലും ഒക്കെ ഭയങ്കര രസമാണ്. ഞാൻ രാജുവിനോട് പറഞ്ഞു, ഈ പോക്കാണെങ്കിൽ ഒരു ഹോളിവുഡ് സിനിമ ഡയറക്റ്റ് ചെയ്യേണ്ടി വരും ഉടൻ എന്തെങ്കിലും കുറച്ച് കഴിഞ്ഞിട്ട്. ചിലപ്പോൾ സംഭവിച്ചേക്കാം, സാധ്യതകൾ പറയാൻ പറ്റില്ല. ഓക്കെ, അതുപോലെ സംഭവിക്കട്ടെ. ആക്ടിങ് മാത്രമല്ല, അതിൽ ഡയറക്ഷനും വരട്ടെ അല്ലേ? അതെ, ഞാൻ ഡയറക്ഷനാണ് അതെ ഉദ്ദേശിച്ചത്. അതെ അതെ അതെ. പിന്നെ എനിക്ക് തോന്നുന്നു ഇതിലെ റൈറ്റിംഗ് ഇസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ദ മൂവി. തീർച്ചയായിട്ടും ഒരു റൈറ്റർ എന്നല്ല, ഇപ്പം നേരത്തെ 12th മാൻ ആണെങ്കിലും യെസ്. അപ്പം ഇതിൽ ഇപ്പം ആ ഒരു ഇത് പറഞ്ഞ ടൈമിൽ മൈൻഡിൽ ഇപ്പം കൺസീവ് ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ടാവും റൈറ്റ് ചെയ്യുന്നതിന് മുമ്പ്. അല്ലെ എന്തൊക്കെയായിരുന്നു ആ ഒരു പ്രിപ്പറേഷൻസ്? എസ്പെഷ്യലി ഇതൊരു കംപ്ലീറ്റ്ലി ഇപ്പം ജിത്തു സാറിനെ നോക്കുമ്പോൾ ഇതൊരു ഫൺ മൂവി എന്ന് തീർച്ചയായിട്ടും പറയാം. എന്റർടൈൻമെന്റ് ഫൺ മൂവി. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ വരുന്നു, ആസ്വദിക്കുന്നു, ഒരു നൈറ്റ് ചില്ല് ചെയ്യുന്നു, അല്ലെങ്കിൽ ഈവനിങ് വരുന്നു, ചില്ല് ചെയ്യുന്നു. അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ആകുമ്പോൾ സ്പെഷ്യലി കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇല്ല, അങ്ങനെ ഒരു നമ്മളൊരു ബോധപൂർവമായിട്ടൊരു ശ്രമം എടുത്തിട്ടല്ല ഹ്യൂമർ എഴുതുന്നത്. ഇത് എൻ്റെ 2 സിനിമയും വളരെ സീരിയസ് ആയിട്ടുള്ള ത്രില്ലർ മൂഡിലുള്ള സിനിമയായിരുന്നു രണ്ടെണ്ണവും. ഞാൻ അത് കഴിഞ്ഞിട്ട് ഒരു ഹ്യൂമർ, ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഞാൻ ആദ്യം ജിത്തുവിനോട് ഒരു കഥ പറയുന്നത് ഒരു കോമഡി സബ്ജക്റ്റാണ് പറയുന്നത്. ഫസ്റ്റ് കോമഡി ഡ്രാമ അത് മാറ്റി വെച്ചിട്ടാണ് നമ്മൾ കൂമനിലേക്കും 12th മാനിലേക്കും ഒക്കെ വന്നത്. അപ്പോൾ കോമഡിയോടൊരു താല്പര്യം അല്ലെങ്കിൽ ഒരു ഹ്യൂമർ ബേസ് ചെയ്തിട്ടുള്ള സബ്ജക്റ്റിനോടും സ്ക്രീൻ പ്ലേയോടും എനിക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. പിന്നെ അതിനകത്തിൽ നമ്മൾ ഇത് ഇങ്ങനെ ആവണം എന്ന് വിചാരിച്ചൊന്നുമല്ല എഴുതുന്നത്. ഇതൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു തമാശ പരിപാടി ഇങ്ങനെ പറഞ്ഞു പോകുമ്പം സംഭവിക്കാവുന്ന കാര്യങ്ങളാണ് ഇതിനകത്തിൽ വരുന്നത്. പിന്നെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബേസിലിൻ്റെ അടുത്ത് ഈ കഥ പറയാൻ ചെല്ലുമ്പം ബേസിലിന്റെ വിചാരം ജിത്തുവിന്റെ പടമാണല്ലോ, അപ്പം ത്രില്ലർ പരിപാടിയാണെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ ജിത്തു എന്താണെന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ജിത്തു വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ കൂമന്റെ റൈറ്റർ ഒരു കഥ പറയാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാനവിടെ ചെല്ലുന്നു, ബേസിലിന്റെ ഫ്ലാറ്റിൽ ചെന്നിട്ട് കഥ പറയുമ്പം അപ്പം ഞാൻ പറഞ്ഞു, ബേസിൽ ഇതൊരു ഡാർക്ക് ഹ്യൂമർ ഒരു സബ്ജക്റ്റാണ്. ഓ ചേട്ടാ, ഞാൻ വലിയ ത്രില്ലറാന്നൊക്കെ വിചാരിച്ച് ഞാൻ ഭയങ്കര അപ്പം ത്രില്ലറാന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പം ബേസിലിന്റെ ഒരു പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസ് വേഷം ആവാൻ ചാൻസ് ഇല്ല. അപ്പൊ എന്തെങ്കിലും ഒരു ഡിറ്റക്റ്റീവ്, അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ്, അങ്ങനെ എന്തോ ഒരു കഥയൊക്കെ ആയിട്ടാണ് വരുന്നത്. ഞാൻ വിളിച്ചപ്പോഴേ കോസ്റ്റ്യൂം തയ്പ്പിക്കാൻ കൊടുത്തു. അത് പറഞ്ഞു അതിനോട് ഞാൻ അപ്പൊ അതിന് വേറൊരു സംഭവം ഉണ്ട്. കാര്യം എന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ ഞാൻ മറ്റേ കോട്ട്, തൊപ്പി, ഇതെല്ലാം ഞാൻ ഡിസൈൻ്റെ മനസ്സിൽ ഞാൻ വിഷ്വലൈസ് ചെയ്ത് പോയി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, നമുക്കതിൻ്റെ ഒരു പരിഹാരം ഉണ്ടാക്കാം. കാരണം ഇതിന്റെ ഇൻട്രോ സീനില് കോട്ടൊക്കെ ഇടിച്ച് നമുക്ക് സെറ്റാക്കാം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്നിട്ട് ജിത്തുവിനോട് ചെന്നിട്ട് പറഞ്ഞു, ജിത്തുവിന്റെ ഇയാള് മറ്റേ ബിസിനസ്സുകാരനാണ്, ഇയാൾ വരുന്നത് കോട്ടൊക്കെ ഇട്ടായിരിക്കും. അപ്പൊ ജിത്തു പറഞ്ഞു, ഇപ്പൊ എവിടെയാണ് കോട്ടൊക്കെ ഇട്ട് വരുന്നത്? ഞാൻ പറഞ്ഞു, അതല്ല, ഈ ക്യാരക്ടർ കുറച്ചൊരു കാരിക്കേച്ചർ സ്വഭാവമുള്ള കഥാപാത്രമാണ്. അങ്ങനെയാണ് അത് കോംപ്രമൈസ് ആക്കിയത്. കാരണം പുള്ളി നേരത്തെ ഇതൊക്കെ സെറ്റ് ചെയ്ത് പ്ലാൻ ചെയ്ത് മറ്റേ തൊപ്പിയൊക്കെ വെച്ച് ഷെർലക് ഹോംസ് സ്റ്റൈലിലുള്ള തൊപ്പിയൊക്കെ പ്ലാൻ ചെയ്ത് അങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത്. കാരണം പോലീസ് അല്ലാന്ന് ബേസിലിനറിയാം. അപ്പൊ അത് പറഞ്ഞ് പിന്നെ കൺവിൻസ് ചെയ്ത് പിന്നെ കഥയൊക്കെ കേട്ടപ്പോൾ എന്നോട് പറഞ്ഞു, ചേട്ടാ ഇത് രസമുണ്ട്, നല്ല ഹ്യൂമറാണ്, നമുക്ക് ചെയ്ത് കളയാം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പല ഓഫറൊക്കെ കൊടുത്തിട്ടാണ്. കാരണം നൈറ്റാണ് ഷൂട്ട്, അന്ന് കുഞ്ഞുണ്ടായിരിക്കുന്ന സമയമാണ്. അപ്പൊ നമുക്ക് പകൽ സമയത്ത് വീട്ടിൽ പോയിട്ട് എറണാകുളമാണ് ലൊക്കേഷൻ, അങ്ങനെ പല ഓഫറുകളുണ്ട്. പകൽ സമയത്ത് കുഞ്ഞിന്റെ കൂടെ സ്പെൻഡ് ചെയ്യാം, രാത്രി വന്നിട്ട് ഷൂട്ട് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞ് ഓഫറൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് തോന്നുന്നു കുഞ്ഞിന്റെ കൂടെ സ്പെൻഡ് ചെയ്യണമെന്ന് വരെ കൃഷ്ണമാർ അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടാണ്. കാരണം ഇല്ലെങ്കിൽ ഇത് ഭയങ്കര നിരാശയായി പോയി. ത്രില്ലറൊക്കെ പ്രതീക്ഷിച്ചിരുന്നിട്ട്, ഭയങ്കര പരിപാടിയൊക്കെ പ്രതീക്ഷിച്ചിരുന്നിട്ട് അതാ അങ്ങനെയാണ് ബേസിലിനോട്. പിന്നെ ബൈച്ചേട്ടന്റെ കേസിലെന്ന് പറഞ്ഞാൽ ബൈച്ചേട്ടനെ അതിന് മുമ്പത്തെ എൻ്റെ സിനിമയിലും ഉണ്ടായിരുന്നു കൂമനില്. അപ്പൊ എന്നോട് അത് കഴിഞ്ഞപ്പോൾ തന്നെ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, ക്യാരക്ടറൊക്കെ ഉള്ളായിരുന്നു, പക്ഷെ ഭയങ്കര ലെങ്ത് കുറവായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഇതിന്റെ കഥ പറയാൻ വിളിച്ചു കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ആ പരാതി ഇനി ഉണ്ടാവത്തില്ല, ഇത് ത്രൂ ഔട്ട് ഉണ്ട്. സിനിമ തുടങ്ങി ഒരു കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളങ്ങ് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അവസാനം വരേണ്ട, ഇനി അതിനി വായിക്കാനും എന്നോട് എത്ര സീനെന്നൊന്നും ചോദിക്കാൻ നിൽക്കണ്ട, ഫുള്ളാണ്, ഫുൾ ഫ്ലെഡ്ജ്. ഇനി ഞങ്ങളാണ് കൊതിക്കാനിരിക്കുന്നത് തിയേറ്ററിൽ അല്ലേ? ഈ ബേസിലിന് ആക്ച്വലി കഥകൾ കിട്ടുന്ന സോഴ്സ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ബേസിൽ പറഞ്ഞിട്ടുണ്ട്, ചില സോഷ്യൽ മീഡിയയിലൊക്കെ ചില കമന്റുകൾ കാണുമ്പോൾ ആ കമന്റിൽ നിന്ന് ചില കഥകൾ കിട്ടാറുണ്ട്, അല്ലെങ്കിൽ കിട്ടിയേക്കാം. അങ്ങനെ കിട്ടിയതെങ്കിലും, അങ്ങനെ വന്ന ഏതെങ്കിലും കഥകളുണ്ടോ? അങ്ങനെ ഒരു കമന്റ് എന്ന് പറയുമ്പോൾ ഇല്ല, അങ്ങനെ ഫുൾ കഥയൊന്നുമില്ല. നമുക്ക് ഇങ്ങനെ രസകരമായിട്ടുള്ള കമന്റ്സ് അതൊക്കെ വായിക്കുമ്പോൾ ഒരു രസം ഉണ്ടാവും. ചില ഡയലോഗ്സിലൊക്കെ നമ്മൾ എടുക്കാറുണ്ട്. ഇപ്പോൾ
ഗോദയിലാണെങ്കിൽ ടൊവിനോ നീ തീർന്നടാ തീർന്നു എന്ന് പറയുന്നൊരു അത് ഞാൻ പറഞ്ഞിട്ടോ അത് ഗോതയിൽ വന്നു. അത് ഗോദയിലുണ്ട്. അല്ല അത് മറ്റേ അത് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റിലെ ആ ഡയലോഗ് മറ്റേ ഗുണ്ട പറയുന്ന ഡയലോഗ് അത് പിന്നീട് ആ സമയത്തൊക്കെ ആയിട്ട് പലപ്പോഴും ഈ കമന്റ് സെക്ഷനിൽ അത് ഭയങ്കര പോപ്പുലർ ആയിരുന്നു. നീ തീർന്നടാ തീർന്നു നീ തീർന്നു. അപ്പൊ അങ്ങനെ എനിക്ക് പക്ഷെ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റിനേക്കാൾ കമന്റ് എന്നാണ് പിന്നെ അത് എനിക്ക് ആ സിനിമയിലേക്ക് അത് വന്നത്. അങ്ങനെ ടൊവിനോ ആ ഗുണ്ടകളുടെ അടുത്ത് വാമിക്കാനെ തല്ലുമ്പോ നീ തീർന്നടാ തീർന്നു. അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ അത്രയേ ഉള്ളൂ. അല്ലാതെ ഫുൾ കഥയൊന്നും എന്തായാലും ആരും കമന്റ് കൊണ്ട് ഇടില്ല. അവരെന്തായാലും ചെറുതായിട്ടൊക്കെ കിട്ടിയേക്കാം അല്ലേ? കമന്റ്സ് മൊത്തത്തില് സോഷ്യൽ മീഡിയ ഫോളോ ചെയ്യുന്ന ആൾക്കാർ എങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്, മൊത്തത്തിലുള്ള ആൾക്കാരുടെ ഒക്കെ ഒരു പോപ്പ് കൾച്ചർ എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിട്ടൊക്കെ ഉള്ളത് അറിയാം. അതെ അതെ അതെ. ഇപ്പം ബൈചേട്ടാ ഇപ്പൊ ചില സിനിമകൾ നമ്മൾ അതിലെ സീൻ ഇപ്പോഴും കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും അല്ലെ? എത്ര നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ എനിക്കൊന്ന് ബൈചേട്ടന്റെ ഫസ്റ്റ് മൂവി വിത്ത് ലാലേട്ടന്റെ നോക്കുമ്പോൾ കേൾക്കാത്ത ശബ്ദം എന്ന് പറഞ്ഞ മൂവിയില്ലേ, അതിലെ ആ ഫണ്ണി സീൻസ് കുറെ ഉണ്ട്. അതും ഇപ്പോഴാണെങ്കിൽ ഈ ടി വിയിൽ വരുമ്പോഴാണെങ്കിൽ പോലും ഒക്കെ ആ ടൈമിൽ എങ്ങനെ ആയിരുന്നു ഈ സീൻ എടുത്തത്, അല്ലെ അത് ഇംപ്രോവൈസ് ചെയ്തതാണോ എന്നൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ട് അറിയാൻ വേണ്ടി. ആ ഒരു പെർട്ടിക്കുലർ സീൻ ഫസ്റ്റ് സിനിമ ഇംപ്രൈസേഷൻ എന്താണെന്ന് പറഞ്ഞു തരുന്ന ചെയ്യാനുള്ള മാത്രമേ ഉള്ളൂ. ഓക്കെ. പിന്നെ അന്ന് വലിയ ഭയമൊന്നുമില്ലായിരുന്നു. എന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. കാരണം അന്ന് അഭിനയം ഇന്ന് കാരണം വെച്ചാല് അന്ന് അഭിനയം എന്താണെന്നൊന്നും അറിയില്ല. ഇങ്ങനെ അഭിനയിക്കുന്നതാണോ ശരിയല്ല, അങ്ങനെ അഭിനയിക്കുന്നതാണോ ശരി, ഒന്നുമില്ല. പറയുന്ന അങ്ങ് ചെയ്യുക അത്ര തന്നെ, വേറെ ഒന്നുമില്ല. പിന്നെ ആ കാലഘട്ടം വേറെയാണ്. അന്ന് ഫിലിമിൽ ഷൂട്ട് ചെയ്യുന്നു. അത് ഇന്ന് നല്ല ഓർമ്മയുണ്ട്. ആ സീൻ ഓർക്കുന്നുണ്ടോ? ആ ഒരു കോമഡി സീൻ സീനുണ്ട് അതിനകത്ത്. സിനിമയിൽ ഒരു 10-12 സീനുണ്ട്. ഭയങ്കരമായിട്ട് നോട്ടീസ് ചെയ്ത ഒരു. അതെ. എനിക്ക് പക്ഷെ എപ്പോഴും മനസ്സിൽ വരുന്ന പൂച്ചക്കിന് പാൽ പിടിച്ചോണ്ട് നടന്നിട്ട് ഇത്രയും ഉള്ളതിൽ വായിന്ന് വരുന്ന വർത്താനം വലിയ ലെവലിലുള്ള പത്തില്. പക്ഷെ അന്ന് പക്ഷെ അത്ര സൈസ് ഇല്ല. 10ാം ക്ലാസ് പഠിച്ചോണ്ടിരിക്കുന്ന സമയത്ത് സൈസ് ഇല്ലായിരുന്നു. നാക്കിന് മാത്രം സൈസ് ഉണ്ടായിരുന്നു. ഇപ്പോഴും പറയുന്നൊരു ഭാഗം ചുപ്രനോ നാക്കിന് മാത്രമേ ജിത്തേട്ട ഒന്നുകൂടെ പറയാം. അന്നും ഇന്നും വേണമെങ്കിൽ ഇപ്പോഴും പറഞ്ഞു. അല്ല പേടി, പേടിയുടെ കാര്യം. അന്ന് ഭയങ്കര പേടിയാണ്. ഞാൻ ഇന്ന് ഞാൻ വൈദ്യുതിനെ കണ്ടിരിക്കുന്ന ഒരു പ്രത്യേകത്തിന് ഒന്നിനെയും പേടിയില്ല, ഒരുത്തിനെയും പേടിയില്ല. ഉള്ള കാര്യം ആരുടെ മൊത്തം നോക്കി അതിപ്പോ ആരുടെ മൊത്തം നോക്കിയാണെങ്കിലും പറയും. അതുകൊണ്ട് തന്നെ അറിയോ, കാര്യങ്ങൾക്ക് തീരുമാനമുണ്ട്. നമുക്ക് കാര്യം മനസ്സിലാവും. ഓക്കെ ഇതാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഇതായിരുന്നു. ഇവിടെ ഇങ്ങനെ മറ്റേ ഇങ്ങനെ ഫ്ലെക്സ് വെച്ചെന്ന് കേട്ടില്ല. ഞാൻ തന്നെ വെച്ചാന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് വലിയ പേര് വെക്കാൻ ഞാൻ തന്നെ വെച്ചു. ആയിട്ടുള്ള കാര്യം മൊത്തം അല്ല, അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. എന്നാ പറയും, ഒന്നിനും പേടിയില്ല എന്തും പറയുമെന്ന് പറഞ്ഞില്ലേ? ബൈചേട്ടൻ പറഞ്ഞില്ലേ സുരേഷ് ചേട്ടന്റെ കാര്യത്തിലെങ്ങാണ്ട് ഇതിൽ ജയിച്ചില്ല പിന്നെ മത്സരിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ അത് ജയിച്ചു കഴിഞ്ഞപ്പോ പിന്നെ വിളിച്ചിരുന്നോ? വിളിച്ച് പിന്നെ അത് ഞങ്ങൾ ആഴ്ചയിൽ ഒരിക്കൽ സംസാരിക്കുന്നതാണ്. മിനിയാന്ന് സംസാരിക്കും. അതൊരു സിനിമാ ബന്ധമൊന്നുമല്ല, അതൊരു സഹോദര ബന്ധമാണ്. ആണല്ലേ നിങ്ങൾ തമ്മിലുള്ള ഒരു. പിന്നെ എനിക്ക് പുള്ളി ജയിക്കുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതന്നെ സംഭവിച്ചില്ലേ. കുറെ ആൾക്കാരൊക്കെ പറഞ്ഞു പുള്ളി മന്ത്രിയായി കഴിഞ്ഞിട്ട് അമ്മയുടെ മീറ്റിങ്ങിൽ വന്നപ്പോ ഈ അടിയിലുള്ള കമന്റുകളാണ്. സഹായിക്കാൻ ഒരുത്തനും ഇല്ലായിരുന്നു. എന്നിട്ട് ഇപ്പൊ ജയിച്ചു കഴിഞ്ഞപ്പോ എല്ലാം കൂടെ കൂട്ടം കൂടിയിരിക്കുന്നത്. അതിപ്പോ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അതിപ്പോ രാഷ്ട്രീയം താല്പര്യമില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. സിനിമയിൽ നിൽക്കുന്നവർക്ക് രാഷ്ട്രീയം പാടില്ലെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അല്ലെങ്കിൽ പിന്നെ ഇതുപോലൊരു അങ്ങനെ ഇറങ്ങണം. അതെ, അതിനുവേണ്ടി തന്നെ മുതിർന്നിറങ്ങുവാണെങ്കിൽ. രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു കൂട്ടർക്ക് ഇഷ്ടമില്ല, മറു കൂട്ടർക്ക് ഇഷ്ടപ്പെടും. ഒരു നടനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമില്ലെന്നുള്ള അഭിപ്രായക്കാരനാണ്. പുള്ളി വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് നിന്നു, അതുകൊണ്ട് ജയിച്ചു, മിനിസ്റ്ററുമായി. ഹാപ്പി. അതുകൊണ്ട് ആ തൃശ്ശൂരിന് എന്തെങ്കിലും ഗുണം ഉണ്ടാവും. അതെ. ഈ അതുപോലെ സഞ്ജു ആൻഡ് ബേസിൽ എന്ന് പറയുമ്പോൾ അല്ലെ, നിങ്ങൾ ഭയങ്കര ഫ്രണ്ട്സാണ്. ഇടയ്ക്കിടയ്ക്ക് മെസ്സേജുകൾ പാസ് ചെയ്യാറുണ്ട്. അപ്പം എസ്പെഷ്യലി ഇപ്പോൾ ഇന്ത്യ സഞ്ജു ഉൾപ്പെടെയുള്ളൊരു ടീം വിൻ ചെയ്തപ്പോൾ കോൾ വിളിച്ചിരുന്നു. എനിക്കൊന്ന് കഴിഞ്ഞ സീസണിൽ ഇതിൽ സ്കോറൊക്കെ ആണെങ്കിലും ഒന്നും എടുക്കാതെ തന്നെ ഔട്ടൊക്കെ ആയിരുന്നു. അപ്പം ഈ ഓരോ ടൈമിലും നിങ്ങൾക്കിടെ കോൺവെർസേഷൻ ഉണ്ടാകാറുണ്ടോ? അല്ലെ വിളിച്ച് വളരെ ഫ്രീ ആയിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയല്ലേ? അല്ലെ വോയിസ് ഒക്കെ അയക്കാനാണെങ്കിലും?
വേൾഡ് കപ്പിന്റെ സമയത്ത് പുറത്തായിരുന്നല്ലോ, ഫോണൊക്കെ ഓഫായിരുന്നു. പക്ഷെ മെസ്സേജ് അയക്കുമായിരുന്നു, വോയിസ് മെസ്സേജ് ഒക്കെ അയക്കുമായിരുന്നു. ഫോൺ ഇൻസ്റ്റയിലൊക്കെ ഉണ്ടായിരുന്നു, ഫോണൊക്കെ ഓഫായിരുന്നു. അപ്പോൾ ഇങ്ങനെ മെസ്സേജ് അയക്കാറുണ്ടായിരുന്നു, കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയൊക്കെ തന്നെ. ഇപ്പോൾ കളിയായിട്ട് നമ്മൾ മെസ്സേജ് ഇന്നലെ റണ്ണൊന്നും എടുത്തില്ല അങ്ങനൊന്നും പറയാറൊന്നുമില്ല. അങ്ങനെയൊക്കെ ആൾക്കാർ മെസ്സേജ് അയക്കാറുണ്ടെന്നാണല്ലോ പുള്ളി പറയുന്നത്. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഔട്ട് ആവത്തില്ല. ഇപ്പൊ ശ്രീലങ്കയിൽ നിന്ന് വന്നിട്ട് ഇപ്പോ ഇന്നലെ കൊച്ചിയിലുണ്ടായിരുന്നു, ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ 2 ദിവസം കൊച്ചിയിലുണ്ട്, അത് കഴിഞ്ഞിട്ട് തിരുവനന്തപുരത്തിന് പോകും. അപ്പൊ അങ്ങനെയൊക്കെ ആള് എപ്പോഴും കോണ്ടാക്റ്റിലുണ്ട്. ക്രിക്കറ്റ് കളി മറ്റേ ഔട്ടാവുന്നതായിട്ടൊന്നും നമ്മുടെ കോൺവെർസേഷനിലൊന്നും വരാറില്ല. നല്ല സ്കോർ അടിക്കുമ്പോൾ ചിലപ്പോ സംസാരിക്കുമായിരിക്കും. ആ ഫ്രണ്ട് ഫുട്ടിലുള്ള ആ ഡ്രൈവ് ഉണ്ടല്ലോ, അതായിരുന്നു. ഞങ്ങളിങ്ങനെ പണ്ട് ഇങ്ങനെ പറയുന്ന സിനിമയിൽ വന്നതിന് ശേഷം ഇങ്ങനെ ഫ്ലൈറ്റ് അതിൽ ഒരു യാത്രേന്റെ ഇടയിൽ പരിചയപ്പെട്ട, പിന്നെ ഞങ്ങളൊരു ഇന്റർവ്യൂ ചെയ്തു, അത് ഭയങ്കര രസമായിരുന്നു. പിന്നെ ഭയങ്കര ഹിറ്റല്ലേ അത്, സംഘക്കാരെ എന്ത് പറയുന്നു മറ്റേ അതിൽ നിന്നിട്ടാ ഭയങ്കര ചോദിക്കാണ്, സംഘക്കാരെയൊക്കെ എന്ത് പറയുന്നു, സംഘക്കാരെയാന്ന് വെച്ചാൽ രാജസ്ഥാന്റെ കോച്ചോ നമുക്ക് മറ്റേ തിരുവനന്തപുരത്ത് ആ ഒരു ഇതിലാണ്, നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ സംഘക്കാരുടെ വീട്ടിലെത്തില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഭയങ്കര ഹിറ്റായിരുന്നല്ലോ കുറെ വ്യൂ ഉണ്ടായിരുന്നല്ലോ. പിന്നെ അങ്ങനെ ഇപ്പൊ നേരത്തെ സ്ക്രിപ്റ്റ് വന്ന ടൈമിൽ മൈ ബോസ് അങ്ങനെയുള്ള സിനിമകളൊക്കെ മൈൻഡിൽ വന്നെന്ന് പറഞ്ഞല്ലോ. അപ്പം ചിത്തോടെ ഞാൻ ചോദിക്കുന്നത്, അതില് ഷാജോൻ ചേട്ടൻ ബാത്റൂമിൽ നിന്നിട്ട് ചീത്ത പറയുന്ന ഒരു സീനുണ്ടല്ലോ, അത് ശരിക്കും ചീത്ത പറഞ്ഞിട്ട് ചിത്തോട്ടൻ ചെവി പൊത്തി മാറിപ്പോയെന്ന ആ ഒരു സീൻ ഒന്ന്, അത് കറക്റ്റ് ആയിരുന്നു ഉള്ളതാണോ? അത് അവര് ഷൂട്ട് ചെയ്ത സമയത്ത് പിന്നെ അത് ഡബ് ചെയ്തത് അതിനകത്ത് പറഞ്ഞതല്ല, ഡബ് ചെയ്തിരിക്കുന്നത് ചെവി പൊട്ടണ ഐറ്റമാ പറഞ്ഞത്. അത് ശരിക്കും അത് എനിക്കൊരു IT-യിലുള്ള ഒരാൾ എന്നോട് പറഞ്ഞതാ. ഭയങ്കര സ്ട്രെസ് വന്നിട്ട് നേരിട്ട് ബോസിനോട് പറയാനും പറ്റിയ അവസാനം ബാത്റൂമിൽ കയറി നിന്നിട്ടാ വേച്ച അലക്കണേ, മറ്റേ ഇതിന്റെ ബക്കറ്റൊക്കെ ചവിട്ടി പൊട്ടിച്ച് കലി മുഴുവൻ തീർക്കുന്നതാണ്. അപ്പൊ അതിനെ ബേസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ ഞാൻ പറഞ്ഞു, ഇതിനകത്ത് ഞാൻ ഡയലോഗ് ഒന്നും എഴുതിയിട്ടില്ല, വായി തോന്നുന്നതൊക്കെ പറഞ്ഞോളാൻ പറഞ്ഞു. അങ്ങ് കേറിയിട്ട് അകത്തുനിന്ന് ഞങ്ങൾ എന്തൊക്കെയാ കേട്ടെന്നറിയോ, പുള്ളിച്ച് ഭാഗത്ത് കയറിയുന്നു ഇതില്ലേലും. പക്ഷെ ഡബ് ചെയ്ത് കുറച്ചുകൂടെ സഭ്യമായ രീതിയിലാണ്. പറ്റത്തില്ലല്ലോ അല്ലേ? ഓക്കെ. സോ ഈ മൂവിയിൽ ഇപ്പൊ ഇത്ര ആക്ടേഴ്സ് ഉണ്ട്, എല്ലാവർക്കും ഒരു ഈച്ച് സ്പേസ് കൊടുക്കുക എന്ന് പറയുന്ന അത് ഇറ്റ് മൈറ്റ് ബി ഡിഫിക്കൽട്ട് ആവാം, അല്ലെങ്കിൽ പക്ഷെ ഇപ്പൊ പറഞ്ഞ പോലെ സിദ്ദിഖിക്ക, മനോജ് ചേട്ടൻ, ബൈ ചേട്ടൻ, അസിസിക്ക, അല്ലെങ്കിൽ ബേസിൽ, ഇങ്ങനെ ഒരുപാട് താരങ്ങളുണ്ട്. സോ അപ്പോൾ ഈ കഥ എടുക്കുന്ന ടൈമിൽ അല്ലെ മൈൻഡിലുള്ള ടൈമിൽ അത് മൈൻഡിലുണ്ടായിരുന്നു, ആ ഒരു സ്പേസ് കൊടുക്കുന്നത് അതും മൈൻഡിലുണ്ടായിരുന്നു? ഞാൻ 1-2 കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും ലൈഫിൽ ഓക്കെ ഇന്ന ആർട്ടിസ്റ്റിന് വേണ്ടിയിട്ട് ഒരു കഥ എഴുതിയേക്കാം, അങ്ങനെ ഞാൻ ചിന്തിക്കാറില്ല. ശരി. പിന്നെ നമ്മൾ ഓർഗാനിക്കലി ഒരു സ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ, അയ്യോ ഈ ആക്ടറിന് വേണ്ടിയിട്ട് ഞാൻ ഇത്രയും സ്പേസ് കൊടുക്കണമല്ലോ, അതില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ശരി. അതിനകത്ത് ആ ആക്ടർ, നമ്മൾ ആഗ്രഹിക്കുന്ന ആക്ടർ അതിനകത്ത് വന്ന് അഭിനയിക്കുമെങ്കിൽ അഭിനയിക്കട്ടെ, എനിക്ക് ഇത്രയും സ്പേസ് പോരാ എന്ന് അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് അതിനകത്ത് പറ്റില്ലെങ്കിൽ അയാൾ മാറിപ്പോട്ടെ, അതേ പറ്റുള്ളൂ. അല്ലാതെ ഒരാൾക്ക് വേണ്ടി അങ്ങനെ അത് മുഴച്ചു നിൽക്കും, ഡെഫിനറ്റ് ആയിട്ട് മുഴച്ചു നിൽക്കും. പിന്നെ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, 1 മണിക്കൂർ ത്രൂ ഔട്ട് ഉണ്ടായിട്ടൊന്നും കാര്യമില്ല. ചിലപ്പോൾ 2 മിനിറ്റോ 5 മിനിറ്റോ എന്നുള്ള പെർഫോം ചെയ്തിട്ട് ഇറങ്ങിപ്പോയാൽ തന്നെ അത്, ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മുടെ നിവിൻ പോളിയുടെ ഒരു പടമുണ്ട്, സൂരാജ് വന്ന് ആൾക്കാരെ എത്രത്തോളം എടുത്ത് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഇറ്റ്സ് ഓൾ അബൌട്ട് ആ ക്യാരക്ടറും അതിന്റെ പെർഫോമൻസും ആണ്. അല്ലാതെ 1 മണിക്കൂർ നിറഞ്ഞു നിന്നുകൊണ്ട് ഒന്നും സംഭവിക്കില്ല. ഒരു കൊമഡിയിൽ നിന്നിട്ടും ട്രാക്ക് മാറി. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഞാൻ ഇപ്പോഴും ശ്രദ്ധിച്ചിരിക്കുന്നത് അത് പെൺകുട്ടികളിലാണ്. പലരും ഹീറോയിനായിട്ട് സിനിമയുടെ ബിഗിനിങ് തൊട്ട് അവസാനം വരെ കാണും. ചിലപ്പോൾ അതിന്റെ ഇടയ്ക്ക് വന്ന് ചെറിയ ഇത് പെർഫോം ചെയ്തു പോകുന്ന പെൺകൊച്ചായിരിക്കും ഏറ്റവും നന്നായിട്ട്. ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ സൈസ് ഓർ ലെങ്ത് ഓഫ് ദ ക്യാരക്ടർ. ഒരു സീനേ ഉള്ളെങ്കിൽ ആ സീൻ നന്നായിട്ട് ചെയ്യാന്നുള്ളതാണ്. കണ്ടന്റാണ് അല്ലേ ബേസിക്കലി. അതെ, കുറച്ചേ ഉള്ളെങ്കിൽ അത് മൈൻഡിൽ സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അല്ലേ.
ഇപ്പം സോഷ്യൽ മീഡിയയുടെ കാര്യം പറഞ്ഞാൽ ഇപ്പം ഏറ്റവും കൂടുതൽ ഇപ്പം എന്തുണ്ടെങ്കിലും ഫസ്റ്റ് സോഷ്യൽ മീഡിയയിലാണ് അത് കൊണ്ടുവരുന്ന പ്രൊജക്ട് ചെയ്യുന്നത്. അപ്പം ഈവൻ മൈന്യൂട്ട് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കോമഡി പരിപാടിയാണെങ്കിൽ പോലും അതിനകത്ത് വൈറലായി. ഇപ്പം എനിക്ക് തോന്നുന്നു ഏറ്റവും ലാസ്റ്റ് അത് കുറെ വൈറലായത് ഇപ്പം ടൊവിയും ബേസിലും എല്ലാം കൂടെ വന്നിട്ട് പൂജയുടെ ഒരു സംഭവം ഇങ്ങനെ കൈ വെക്കാൻ അവന് ബേസിലോട് ചിരിക്കുന്നു. അപ്പൊ അതിന്റെ താഴെ കമന്റ് വന്നു, ഇനി ബേസിന്റെ ഒരാഴ്ചത്തേക്ക് ഇത് അവൻ ആ സിനിമയുടെ പ്രൊഡ്യൂസർ. പക്ഷെ പൂജാരിക്ക് പോലും ഒരു വിലയില്ല, പുള്ളി കണ്ടുപോലുമില്ല, ഇങ്ങനെ കൊണ്ടുപോയി. അതിന്റെ ഇത് കറക്റ്റ് നിന്റെ മുമ്പിൽ തന്നെ വന്ന് വിട്ടല്ലോ എന്നാണ് അവൻ എന്റെ അടുത്ത് അന്നേരം പറഞ്ഞത്. എങ്ങനെയെങ്കിലും അതിലെ എക്സ്പ്രഷൻ അടിപൊളിയായിരുന്നു. നിങ്ങളുടെ അമ്ലികളൊക്കെ നിങ്ങൾക്കിടെ പറ്റിയിട്ടുണ്ടാവില്ല. പിന്നെ അല്ല, ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ട് ബേസിലിനെ, എന്നിട്ട് അത് ബേസിലിനെ പറ്റി പറഞ്ഞാണേ. ഓക്കെ, എന്താണ് പറയാനുള്ളതെന്ന് പറയാം. എനിക്കൊരു എതിരാളിയുണ്ട്, ബേസിൽ ജോസഫ്. അവൻ സ്റ്റോറി ടെല്ലർ അല്ല, മറ്റേ വർത്താനുണ്ട്, മറ്റേ അവൻ അവിടെ ഹിന്ദിയിലൊക്കെ പോയി പടം ചെയ്യാൻ പോവാ. സ്റ്റോറി ടെല്ലർ അല്ലെങ്കിൽ പടം ചെയ്യാൻ പറ്റുമോ? അത് അതിന്റെ സത്യാവസ്ഥയുണ്ട്. ചേച്ചി എന്റെ പാഷൻ അവനെ കൊണ്ട് അതിനൊന്നും ആവൂലെന്നേ. കാരണം എല്ലാവർക്കും അറിയാം അവൻ പടം ചെയ്യുന്ന ആരാന്നുള്ളത്. അറിയാൻ അറിഞ്ഞൂടെ ആരാ ഒരു സിംഗ്. ഓക്കെ, ഇവൻ ഹിന്ദി അറിഞ്ഞൂടെ, ഇംഗ്ലീഷ് അറിഞ്ഞൂടെ. ഓക്കെ, ഇവൻ ഏത് ഭാഷയിൽ പോയി സ്റ്റോറി ടെൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ ഇരുന്നിട്ട് ഞാൻ തോറ്റുപോയി ഇവന്റെ മുന്നിൽ. എന്നിട്ട് തലയെ കൈ വെച്ചിട്ട് പൊട്ടും. നിന്റെ പടം പൊട്ടോടാന്ന് ബേസി അങ്ങ് എഴുന്നേറ്റിട്ട് എടാ നാറി ആഴ്ച കാഴ്ച നിന്റെ ബൈച്ചേട്ടനോട് ചോദിച്ചു നോക്ക് ധ്യാനിനെ കുറിച്ച്. ബൈച്ചേട്ടൻ ഞാൻ അതിനെ കുറിച്ച് ഒരു അക്ഷരം പറഞ്ഞു. സോഷ്യൽ മീഡിയയിലൂടെ ഞാൻ നല്ല പയ്യൻ, വളരെ നല്ല. നല്ല പയ്യൻ. ഓക്കെ, അവന്റെ സംസാര രീതി ഭയങ്കര രസമാണ്. അതെ അതെ അതെ. ചിലപ്പോ അത് നമ്മുടെ നേരെ വരുമ്പോഴായിരിക്കും കാര്യങ്ങൾ ഭയങ്കര ഇതായിട്ട് ഓപ്പൺ ആയിട്ട് സംസാരിക്കും, പക്ഷെ അതിനും ഒരു താളവും ഈണവും കൊടുത്ത് സംസാരിക്കുമ്പോൾ ഒരു സുഖം. പിന്നെ അല്ല, നമ്മളൊക്കെ ഇത് ഞാൻ കുറെ കണ്ടു ചിരിച്ചത്. അപ്പൊ എനിക്കിതിൽ വേറെ എന്താ കൂടുതൽ എന്താ പറയുക, ഞാൻ കുറെ ചിരിച്ചു, എന്റെ കൂട്ടുകാർ ചിരിച്ചു, എന്റെ വീട്ടിലുള്ളവരൊക്കെ എനിക്ക് ഫോർവേഡ് ചെയ്ത് തന്നായിരുന്നു. ഈ മറ്റേ ശംഭുവായിട്ടുള്ള ഇന്റർവ്യൂ ആയിരുന്നല്ലോ, ഭയങ്കര സബ് ടൈറ്റിൽ ഇട്ട് പടം കണ്ടവരും എന്നൊക്കെ പറഞ്ഞു. കംഫർട്ടബിൾ ആയിട്ടുള്ളവരാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറയാൻ അധികാരവും വരുന്നതും അല്ലേ. അത് മനസ്സിൽ വെച്ച് പറയുന്നൊന്നല്ലോ, തമാശക്ക് അതെ 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 അതെ, അതിനങ്ങനെ തന്നെ കാണുന്നുള്ളൂ, അത്രേ ഉള്ളൂ. അടിപൊളി. അപ്പൊ എന്തായാലും നുണക്കുഴി ഒരു കംപ്ലീറ്റ് ഫാമിലി എന്റർടൈൻമെന്റ് മൂവി ആവട്ടെ, ഒരു ഫൺ മൂവിയും തീർച്ചയായിട്ടും പറയാൻ പറ്റുന്ന, ഒരു അൺവൈൻഡ് ചെയ്യാൻ ഒരു ഫാമിലി പോയി ചില്ല് ചെയ്ത് ഹാപ്പി ആയിട്ട് തിരിച്ചു വരാൻ പറ്റുന്ന ഒരു സിനിമയാവട്ടെ. ഒരുപാട് നല്ല കാസ്റ്റുകളുണ്ട്. ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് ടു ദ എൻറ്റയർ ടീം. അടിപൊളിയാവട്ടെ. താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.